ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ ആമിയുടെ അമ്പാടിയുടെയും ബർത്ത്ഡേയുടെ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു കുഞ്ഞ് പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. പർച്ചേസിങ് വീഡിയോ തന്നെയല്ല, നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഒരു വീഡിയോ ആക്കാമെന്ന് ഞാൻ കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയത് എന്താ പറയുക, ഉടുപ്പും ആക്സസറീസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പം ഇതേ ഒരു കടയിൽ കയറി അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. നമുക്ക് എന്താണെന്നറിയത്തില്ല, രണ്ടുപേർക്ക് സെയിം ആയ ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പോൾ പണ്ടാണെങ്കിൽ ഈ ട്വിൻസ് കുട്ടികളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സ് ഇടുമ്പോഴത്തേന് എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ചെന്നിട്ട് എന്ത് ചെയ്താൽ കിട്ടുന്നില്ലായിരുന്നു ഗൈസ്. ഒന്നില്ലെങ്കിൽ കളറ് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വില കൊണ്ട് വെക്കില്ല, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ 2-3 കടയിൽ കയറി ഇറങ്ങിയിട്ടോ. അപ്പം രണ്ടാമത്തെ കടയിൽ കയറിയിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടിവെട്ടും മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ആക്കാനായിട്ട് പോയത്. അപ്പോൾ ലാലാലാൻഡിലാണ് നമ്മൾ ഓർഡർ ആക്കിയത്. അവിടെ ചെന്നപ്പോൾ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആമി അമ്പാടിയും 2 ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചത്. ഏത് ഫ്ലേവറാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ 2 പേരും കൂടെ 2 ഫ്ലേവർ വാങ്ങിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കേക്കൊക്കെ ഓർഡർ ആക്കിയിട്ട് മഴ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോയതുകൊണ്ട് എന്താ പറയുക, കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ആ യാത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പകുതിയിടെയാണ് കേട്ടോ നമ്മൾ ബൈക്കിന് പോയത്. ബാക്കി പകുതിയിട നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ 5:30 ആയിട്ടോ. ഞാൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ആക്കിയത്. അമ്പാടിയും ബിരിയാണി ആയിരുന്നു. ആമിയാണെങ്കിൽ നെയ്റോസ്റ്റ്, കുഞ്ഞിനാണെങ്കിൽ എന്താ പറയുക വെള്ളയപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നല്ല വിശപ്പായതുകൊണ്ട് ഞങ്ങൾ നല്ല സ്പീഡിൽ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആമിയാണെങ്കിൽ ആമി അമ്പാടിയും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൻ മേടിച്ച വെള്ളയപ്പം മുട്ടക്കറി പകുതിയും അമ്പാടി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് ഞാൻ ആർക്കും ഷെയർ കൊടുത്തുമില്ല, ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിയില്ല കേട്ടോ. ഞാൻ എൻ്റെ വയറ്റിലാക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക, മഴയൊക്കെ ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. കുഞ്ഞു പർച്ചേസ് ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കറങ്ങി നടന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോന്നു. ഇത് ബർത്ത്ഡേയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തില്ലായിരുന്നു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തിൽ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർക്കാരൻ്റെ കണ്ണേട്ടനും കേസിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ ഡെക്കറേഷൻ. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മളൊരു ഗുണ്ട് പൊട്ടിച്ചേക്കുവാണ്. അമ്മ ഞെട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മീഷോയിൽ നിന്ന് കുറച്ച് ബലൂൺസും ഹാപ്പി ബർത്ത്ഡേ ലൈറ്റ്സും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 230 രൂപ അങ്ങനെ കണ്ടാണ് കേട്ടോ, ഒരു സെറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ വലിയ കാര്യമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, വലിയ ഡെക്കറേഷനൊന്നും അല്ല. പിന്നെ നമുക്ക് കുട്ടികൾക്ക് എന്താ പറയുക, അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എന്താ പറഞ്ഞാൽ ആളുകളെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അയലക്കത്തുള്ളവർ, അത്ര പേരുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഡെക്കറേഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. അപ്പോൾ ബലൂൺസൊക്കെ ഇത് ആർച്ച് പോലെ ആക്കി വെക്കാനൊക്കെ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്താണ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത്. പക്ഷേങ്കിൽ എന്താ പറയുക, അങ്ങനെയൊന്നും ആയില്ല ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ആയത്. എന്ത് പറയാനും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡെക്കറേഷൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ശരിയാവില്ല. ഇതൊന്നും ഇങ്ങനെയല്ലടാ. എന്നിട്ട് ഞങ്ങൾ എന്തൊക്കെയോ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ കേക്ക് മുറിക്കാൻ കേക്ക് എടുത്ത് വെച്ചതേ കറണ്ട് പോയിട്ടോ. കറണ്ട് പോയിട്ട് എല്ലാവരും ഇരുട്ടത്ത് നിൽക്കുകയാണ്, മൊബൈലിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കറണ്ട് വന്നിട്ടോ. കറണ്ട് വന്ന് അപ്പാടെ ഞങ്ങൾ കേക്ക് മുറിച്ചു. പിന്നെയും കറണ്ട് പോയാലും അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുകയാണ്. അങ്ങനെയല്ല, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് വേണ്ടി അമ്പാടി കുഞ്ഞ
കൊച്ചിന് ശകലം വെച്ച് കൊടുക്കണം. കൊച്ചിന് ഇതൊക്കെ തല്ലിപ്പൊട്ടിക്ക് ശേഷം അനുവാദം ചോദിച്ചിട്ടാണ് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ഞാൻ മുറിക്കട്ടെ. എന്നട പിടിച്ചടാ. അമ്മ മുറിക്കും. തിന്നിട്ട് കൊടുക്കാതെ മാറിക്കാവാം. സമ്മാനം മേടിച്ച സമ്മാനം പോയി കൈ കൊണ്ട് തുറച്ചോളൂ. അങ്ങനെ കൈ കൊണ്ട് എടുക്കല്ലോ. അമ്പാടിയില്ലേ താങ്ക് പറ. എവിടുന്ന് പോയി മീൻ മേടിക്കും? ഒറ്റ ഡ്യൂട്ടിയുള്ളൂ. പയ്യ പയ്യ ആമി വീണ കിട്ടാ. ഞാൻ ഇവിടെ വെക്ക് കൊടുക്കും. സമ്മാനം മേടിച്ചു. സമ്മാനം ഓമലേ പാടുമീണം മറക്കുമോ നീ ജീവനേ പ്രേമരാഗം ദേവേന്ദ്രൻ ദേവരഥത്തിൽ വന്നെത്തിയതെന്ന വിധത്തിൽ മൃദുഭാഷിണി തൻ്റെ മുഖത്ത് വിരൽ തൊട്ടു തലോടി സുഖത്തിൽ തൊടാതെ തൊടാൻ വെമ്പലായി ദേവനുള്ളിൽ ഇവളാമ്പലായി എന്നിലായി പൂത്തമുല്ല നിനക്കായിതാ ഓമലേ പാടുമീണം മറക്കുമോ നീ ജീവനേ.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദ്യയായിരുന്നു, പിന്നെ ഉണ്ട് കപ്പ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ കാര്യം ഞാനേ മറന്നുപോയി, വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു, എന്ന് വെച്ചാൽ തിരക്കായിരുന്നു കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ മെനു. പിന്നെ എന്താ പറയുക, അങ്ങനെ ഫുഡെല്ലാം എല്ലാവരും കൂടെ കൂടി കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ തീരുവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു.